ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ മോന് വേണ്ടിയിട്ട് ഒരു ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്താണ്. കുറേ ദിവസമായി പറയുന്നത്. അപ്പോൾ ചില കണ്ടീഷനിൽ പുറത്തുനിന്ന് മേടിച്ചാലും പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടല്ലോ, ബാറ്റൊക്കെ ഉണ്ടാക്കി MRF എന്നൊക്കെ ചെയ്യുന്നത്, അതേപോലെ ഒരു ബാറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് ഞാനിങ്ങനെ ഒരു പലകേൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അവരുടെ ഹൈറ്റ് നോക്കിയിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ഞാൻ ഹൈറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു ബാറ്റാണ്, കുറേ കാലമായിട്ട് പണ്ട് മുതലേ ഉള്ളത് കൊണ്ടു നടക്കുന്നൊരു ബാറ്റാണ്. സച്ചിൻ്റെയൊക്കെ പണ്ട് പ്രാക്ടീസിനൊക്കെ ഉപയോഗിച്ചിരുന്ന മോഡലാണ്. സ്ലെസിഞ്ചർ എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്. പിന്നെ കുറച്ച് പൊട്ടലൊക്കെ വന്നു, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ, നമുക്ക് ഏകദേശം ഒരു ഹൈറ്റ് എടുക്കാം, പക്ഷെ അത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഹൈറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്, മോൻ്റെ ഹൈറ്റ് അനുസരിച്ച് നോക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ പിടി വെച്ചിട്ട് അതിൻ്റെ പിടി ഒന്ന് വരച്ചെടുക്കാനാണ്. കാരണം ഈ ഒരു പോർഷൻ നമുക്ക് വരയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല അതിൻ്റേതായ രീതിയിൽ കിട്ടണമെങ്കിൽ ആ ഒരു സെറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഹാൻഡിൽ. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും എനിക്കൊരു സന്തോഷം. അത് പണ്ടത്തെ ഒരു നമ്മുടെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിനിപ്പം ഒരു പിടി പോലെ വരച്ചു കൊടുക്കാം. ഞാൻ എന്നിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ ഈ അളവെടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഈ ബാറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുകയാണ്, അതേ കണ്ടീഷനിൽ വെച്ചിട്ട്. ഓക്കെ, ഇതുപോലൊരു മാർക്കിംഗ് ഇട്ട് കൊടുത്തു. കേട്ടോ, ഒരു പിടി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ ചെത്തി മിനുക്കി കൈയൊക്കെ ഒന്ന് പിടിക്കാനുള്ളൊരു പാകത്തിന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യേണ്ടത് അതിൽ. ഓക്കെ, അപ്പോൾ ഞാൻ മുറിക്കാനെടുത്ത് തന്നെ ഇതുപോലൊരു ആക്സോളേഡ് എടുത്തിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടെ വരെ ആക്സോളേഡ് കൊണ്ട് ഈ ഒരു ജംഗ്ഷൻ വരെ കുറച്ച് ആ ഒരു വളച്ച് കൊടുക്കേണ്ട ആ ജംഗ്ഷൻ വരെ ഒന്ന് ആക്സോ കൊണ്ട് കട്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വരെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇത് കട്ട് ചെയ്ത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഈ എഡ്ജൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. പിന്നെ ഇതൊന്ന് പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സൈഡ് ഒരു ട്രയാങ്കിൾ സൈഡ് ഷേപ്പ് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഉരുട്ടി കൊടുക്കണം. ഫ്രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതും ഒന്ന് പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ബോളൊക്കെ എഡ്ജിലെടുത്തിട്ടൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ സൈഡ് ജസ്റ്റ് ഈ കട്ടിങ്സ് ഒന്ന് ജസ്റ്റ് പ്ലെയിനർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഒരു വുഡൻ പ്ലെയിനർ ചെയ്യുന്ന സാധനം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സൈഡ് ഒന്ന് പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്ലെയിനിങ് ആക്കി കൊടുക്കാം. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ പ്ലെയിനർ ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഉളി വെച്ചിട്ട് വരുന്ന പ്ലെയിനറാണ്, വുഡൻ പ്ലെയിനർ. അല്ലെങ്കിൽ സൈഡൊക്കെ ഒന്ന് നമുക്കിങ്ങനെ സാൻഡ് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി, ഹാർഡ് ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഇട്ടിട്ട്. ഇതിപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ സൈഡാക്കി കൊടുക്കാൻ. ബാക്കി ഇങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനൊന്ന് കുറച്ചുകൂടി ഇതായിട്ട് എഴുതിയിട്ടൊക്കെ അവർക്കൊരു രസമല്ലേ, ഒരു MRF എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ അതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലെയിനർ വെച്ചിട്ട് നന്നായിട്ട് ഫുള്ള് ചിരണ്ടി കളഞ്ഞിട്ട് നല്ല പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ പിടിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഒരു മരപ്പലകയുടെ കഷ്ണത്തിൽ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് കയ്യിൽ പിടിക്കുമ്പം പെയിനായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ പകുതിയായിരിക്കില്ല, അതിന് നടുക്കത്തൊരു പോർഷൻ കളഞ്ഞിട്ട് മേലെയും താഴെയും വെച്ചിട്ട് ഒരു റൗണ്ടാക്കി എടുക്കുക, എന്നൊരു പിടി പോലെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതാ മരത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 2 പീസ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരെണ്ണം ഇങ്ങനെ മേൽഭാഗത്തും ഒരെണ്ണം ഈ ഒരു പീസ് ഇങ്ങനെ അടിഭാഗത്തും വരും. എന്നുവെച്ചാൽ നമ്മൾ ഈ അടിക്കുന്ന സമയത്തുള്ള വൈബ്രേഷൻസ് കുറച്ച് കുറയും. അതിന് മാത്രമൊന്നുമില്ല, ട്യൂബ്സൊക്കെ വെച്ചിട്ടാണ് നോർമലി ചെയ്യുക. പക്ഷേ അത്രയും കുറയാന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്കിനി ഈ പീസിൽ നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ 2 അറ്റത്തും ഫെവിക്കോൾ 2 സൈഡിലും തേക്കുന്നത് എപ്പോഴും നല്ലത്. 2 സർഫസിലേക്കും നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ഇവിടെയും ഈ പീസിൽ നമുക്ക് ഫെവിക്കോൾ നന്നായിട്ട് ഇറക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിയില്ലെങ്കിൽ ഇപ്പുറത്തും ഫെവിക്കോൾ ഉള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്കിതിനെ ഇതിൻ്റെ ഇടയിലേക്ക് മരപ്പൊടി തേച്ച് കൊടുക്കണം. നമ്മളിപ്പം വുഡൻ പ്ലെയിൻ ചെയ്ത കുറേ മരപ്പൊടി ഉണ്ടാകും, അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അത് വേസ്റ്റായി പോകുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഈ പീസ് ഞാൻ ഫെവിക്കോൾ തേച്ചിട്ട് കറക്റ്റ് അളവ് വെച്ചിട്ട് ഇവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക.
ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ആ പീസ് ഒട്ടിച്ചിട്ട് ഫെവിക്കോളിട്ട് ഒട്ടിച്ചിട്ട് അത് അമർന്നാൻ വേണ്ടി ഒരു സൈഡിൽ ടൈയും കെട്ടി ജസ്റ്റ് പ്ലാസ്റ്റിക് കയറിയിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് നൂല് ചുറ്റിയെടുക്കണം. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാണ് അവസ്ഥ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇവിടേക്ക് നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഇതുപോലെ ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നൂല് ചുറ്റാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ടൈറ്റായിട്ട് നോർമൽ നൂലാണ് ചുറ്റേണ്ടത്. നമ്മുടെ തയ്ക്കാൻ വരുന്ന ടൈപ്പല്ല, അതിനേക്കാളും കട്ടിയുള്ള ടൈപ്പ് വെള്ള നൂല് വരുന്നുണ്ട്, അതാണ് ചുറ്റേണ്ടത്. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികളൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ ആകുമ്പോൾ അവിടെ കൈ കുറച്ചുകൂടി സോഫ്റ്റ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടൈപ്പ് നൂലില്ലേ നമ്മുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത്, ഇങ്ങനത്തെ നൂലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ നൂലുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ട് ആദ്യത്തെ ഇതിൽ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കണം ചുറ്റിയെടുക്കുമ്പോൾ, എന്നാൽ മാത്രമേ അവിടെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. ഒന്ന് ടൈറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ കൂടെ ചുറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്കറിയാമല്ലോ, നോർമലി നമ്മൾ ചുറ്റുന്ന പോലെ അടുത്തടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഫെവിക്കോൾ തടയാൻ മതി, കാരണം അവിടെ നമ്മൾ ചുറ്റി വരുമ്പോഴേക്കും ഉണങ്ങി പോകും. അപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് തടവ് ആദ്യം. ഓക്കെ, ബാക്കി നമുക്ക് ചുറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് ഇത് നേരത്തെ കാണിച്ച പോലെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ കണ്ടാ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം ഈ അറ്റത്ത് ഒരു ഇൻസുലേഷൻ അല്ല, നമ്മളൊരു വാട്ടർ പ്രൂഫിൻ്റെ പോലത്തെ ഒരു ടേപ്പ് ഉണ്ട്, അതും കൂടെ കയറ്റി ചുറ്റിയിട്ടുണ്ട്. ഇൻസുലേഷനിൽ അത് ചുറ്റിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കാണിത്. ബാക്ക് നമുക്കൊന്ന് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഫ്രണ്ടിൽ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു MRF എന്ന് പറഞ്ഞ പോലത്തെ എഴുതോ സ്റ്റിക്കർ ഒട്ടിക്കോ, അത് ഞാൻ എന്തായാലും തീരുമാനിച്ചില്ല. നമുക്ക് അതും കൂടെ ആയിട്ട് നമുക്ക് എഴുതിയിട്ട് അത് എഴുതുന്നതും കൂടെ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഈ ബോർഡറിൽ രണ്ട് സൈഡിലും ബോർഡറിൽ നമ്മൾ ഒരു ഇത് കൊടുക്കുക, MRF എന്നുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പം മോനോട് ചോദിച്ചപ്പം പറഞ്ഞ് MRF തന്നെ മതിയെന്ന്. അപ്പോൾ സച്ചിനായാലും എല്ലാവരും MRF തന്നെ അല്ലേ, അപ്പോൾ MRF തന്നെ മതിയെന്ന്. അപ്പോൾ നമ്മളിവിടെ MRF എഴുതാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ബോർഡർ ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ നമ്മളിതുപോലെ പെൻസിലുകൊണ്ട് MRF എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഴുതിയ സംഭവത്തിന് നടുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡ് കളർ കൊണ്ട് നമുക്ക് MRF എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി കൂടെ നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വേണ്ട ഇതുപോലെ ഒരു എഴുതി കൊടുത്തു പെൻസിലുകൊണ്ട്. എന്നിട്ട് ബോർഡറിൽ മാർക്കർ വെച്ചിട്ട് ബ്ലൂ മാർക്കർ വെച്ച് ചെയ്ത് ഉള്ളിൽ ക്രയോൺസ് കൊണ്ട് അടിച്ചാൽ കേട്ടോ. പോകുന്നതെന്ന് അറിയില്ല, പെയിൻറ്റ് കൊണ്ട് അടിക്കാന്നൊരു പെയിൻറ്റ് ഇല്ലായിരുന്നു. ഇനി ഇത് പോവുകയാണെങ്കിൽ നമ്മൾ ക്രയോൺസ് കൊണ്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ഫെവിക്കോൾ കൊണ്ട് ഒരു കോട്ട് കൊടുക്കും ഇങ്ങനെ ജസ്റ്റ്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിലായാലും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ബെസ്റ്റ് ആട്ടോ. കാരണം ഇതുപോലൊരു ബ്ലാറ്റ് ഞാനിപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ, അപ്പോൾ ഇത്രയൊന്നും ഉറപ്പില്ല, പൊട്ടിപ്പോകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് അത് ഞാൻ റിട്ടേൺ കൊടുക്കുക ചെയ്ത്. ഇത്രയും ഇല്ല കട്ടി, പിന്നെ വെയിറ്റും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വെയിറ്റ് കുറഞ്ഞ ടൈപ്പുള്ള നല്ലത്. നമുക്ക് മില്ലിലൊക്കെ പോയാൽ കിട്ടും ഇങ്ങനത്തെ. ഇതൊരു തേക്കിൻ്റെ ഒരു കട്ട് ചെയ്ത് മാറ്റിയൊരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു വേസ്റ്റ് പീസ് പോലത്തെ ഒരു പീസിനാണ് ഞാനത് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.